Good evening, everyone. Welcome to yet another MOH Prometric DHA Haad live session airing from Teachers Academy, and this is Ishwarya. Yes, good evening, everyone. Let's just wait for a couple of seconds so that our viewers can join with us. All right. Yes, very good evening, everyone. Alright, so as part of our this live preparation, നമ്മൾ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വീക്കുകളായി നമ്മൾ റെഗുലറായി എന്ത് പോകുന്നുണ്ട് MOH പ്രോമെട്രിക് DHA ഹാഡ് എക്സാം പ്രിപ്പറേഷൻ്റെ ലൈവ് ടോപ്പിക്സുകൾ പോകുന്നുണ്ട്, ക്ലാസ് ടോപ്പിക്സുകൾ പോകുന്നുണ്ട്. ആൻഡ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ആയിരുന്നു. സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്ത ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ അഡൽട്ട് ഡിസീസ് കണ്ടീഷൻസാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഫ്ലയൽ ചെസ്റ്റ് ഡിസീസ്, ഫ്ലയൽ ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ എടുക്കാനായിട്ട് പോകുന്ന അടുത്ത ഒരു അഡൽട്ട് ഡിസീസ് കണ്ടീഷൻ, അഡൽട്ട് റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷനാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. acute respiratory failure എന്ന് പറയുന്നത്. So it occurs when inadequate O2 is transported to the blood or inadequate CO2 is removed from the lungs. So ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ലങ്സിൽ നിന്ന് CO2വിൻ്റെ റിമൂവൽ പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ O2വിൻ്റെ O2 നമ്മൾ പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ഇൻ ടു ദ ബ്ലഡിലേക്ക് പ്രോപ്പറായിട്ട് O2 അഡ്മിനിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ O2 ചെല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൽ നിന്ന് പ്രോപ്പറായിട്ട് CO2വിൻ്റെ റിമൂവൽ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ദേ ആർ ഓഫ് ടു ടൈപ്സ്, രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത്. ഹൈപ്പോക്സീമിയ, ഹൈപ്പോകാപ്നിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണുള്ളത്. സോ ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്സിജൻ ഡെഫിഷ്യൻസി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട്. അവിടെ എന്താ നടക്കുന്നത്? ഓക്സിജൻ്റെ ഡെഫിഷ്യൻസിയാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ഓക്സിജൻ ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈപ്പോക്സീമിയ എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹൈപ്പോകാപ്നിയ എന്ന് പറയുന്ന പൊസിഷൻ, ദാറ്റ് ഇസ് CO2 റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ CO2 അവിടെ റീറ്റെയിൻ ചെയ്യുകയാണ്. CO2വിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ലങ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. ഇൻഅഡിക്വേറ്റ് CO2 റിമൂവൽ നടക്കുന്നു. അതിനെയാണ് ഹൈപ്പോകാപ്നിയ, ഹൈപ്പർ കാപ്നിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിട്ടും. ഓക്സിജൻ പ്രോപ്പറായിട്ട് ബ്ലഡിലേക്ക് എത്താതെ വരുമ്പോൾ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്ന സിറ്റുവേഷനും. ഈ രണ്ട് ടൈപ്പ് ഓഫ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയേഴ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, നൗ വി ആർ ഗോണ സീ വാട്ട് ആർ ദ കോസസ് ബിഹൈൻഡ് ദസ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്ന അഡൽട്ട് റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷൻ്റെ കോസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഏറ്റവും ഫസ്റ്റത്തെ ഒരു കോസ് എന്ന് പറയുന്നത് എനി അബ്നോർമാലിറ്റി ഓഫ് ലങ്സ് ഓർ ചെസ്റ്റ് വോൾ. ലങ്സിൻ്റെയോ ചെസ്റ്റ് വോളിൻ്റെയോ അബ്നോർമാലിറ്റിയാണ് ഈ പറയുന്ന ലങ്സിൻ്റെയോ ചെസ്റ്റ് വോളിൻ്റെയോ അബ്നോർമാലിറ്റിയാണ് എന്തെന്ന് പറയുക, ഈ പറയുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ എനി ഡിഫക്റ്റ് ഇൻ ദ റെസ്പിറേറ്ററി സെൻറ്റർ ഇൻ ദ ബ്രെയിനിലെ റെസ്പിറേറ്ററി സെൻറ്ററിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ, എനി ഡിഫക്റ്റ് ഇൻ ദ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി മസിൽസിന് എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോൾ, ബ്രെയിനിലെ റെസ്പിറേറ്ററി സെൻറ്ററിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഓർ ലങ്സ് വോളിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോൾ, ഇതൊക്കെയാണ് ഇതിനെന്തെന്ന് പറയുക, ഇതിൻ്റെ കോസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിൻ്റെ കോസസ് എന്ന് പറയുന്നത് അബ്നോർമാലിറ്റീസ് ഓഫ് ലങ്സ് ഓർ ചെസ്റ്റ് വോൾ, എനി ഡിഫക്റ്റ് ഇൻ ദ റെസ്പിറേറ്ററി സെൻറ്റർ ഇൻ ദ ബ്രെയിനിൻ്റെ റെസ്പിറേഷനെ ഡീൽ ചെയ്യുന്ന സെൻറ്ററിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോൾ, നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിന് എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വരുമ്പോൾ, ദീസ് ആർ ദ പോസിബിൾ കോസസ് ഓഫ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്ന സിറ്റുവേഷൻ. Okay, now we are going to see what are the clinical features. So എങ്ങനെയൊക്കെ ഈ ഒരു കണ്ടീഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? What all are the clinical features or symptoms that is expressed by the patient who is suffering with acute respiratory failure? Acute respiratory failure എന്ന് പറയുന്ന സിറ്റുവേഷൻ വെച്ച് സഫർ ചെയ്യുന്ന പേഷ്യൻ്റ് കാണിക്കുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡിസ്നിയ is a possible feature. Headache,
restlessness, confusion, tachycardia, tachypnea, hypertension, dysarrhythmia, altered level of consciousness, abnormal breath sound and respiration. Abnormal breath sound and respiration, altered level of consciousness, dysarrhythmia, hypertension, tachypnea, tachycardia, confusion, restlessness, dyspnea, headache. So basically 11 clinical features are there which are expressed by the patients, those who are suffering with acute respiratory failure. ഇനി നമ്മൾക്ക് പഠിക്കേണ്ട മറ്റൊരു ഫ്രം ദിസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ക്ലിനിപ്പ് നമ്മളോട് പറയുന്നു a 35-year-old man was admitted to hospital with the clinical features of these signs. ഈ പറയുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് 35-year-old ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സോ വാട്ട് ഇസ് ഗോണ ബി ദ പോസിബിൾ ഡയഗ്നോസിസ്, എന്താണ് അതിന് വരാൻ ചാൻസ് ഉള്ള പോസിബിൾ ഡയഗ്നോസിസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ പഠിച്ചു വെച്ച ഒരാൾക്ക് മാത്രമേ ഓക്കെ ദിസ് ഇസ് ഗോണ ബി അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സോ ഹൗ വി ക്യാൻ മാനേജ് ദ സിറ്റുവേഷൻ. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ തന്നിട്ട് പറഞ്ഞു പേഷ്യൻറ്റിന് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ് ഡയഗ്നോസ് ചെയ്തു. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് ഓർ വാട്ട്സ് ദ നഴ്സ് ഹാസ് ടു ഡു എസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, നഴ്സ് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് അതിൻ്റെ പോയിൻ്റായിട്ട് ചോദിക്കാം. സോ മാനേജ്മെൻറ്റ്സും നമ്മൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു വെക്കുക. ദറ്റ് ഇസ് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ദ കോസ്, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കോഴ്സിനെ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഫൗളേഴ്സ് പൊസിഷൻ. സോ നമ്മളോട് ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ദ ബെസ്റ്റ് പൊസിഷൻ ഫോർ ദിസ് പേഷ്യൻറ്റ്, ഫൗളേഴ്സ് പൊസിഷൻ. എൻകറേജ് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്നുള്ള കാര്യം കൊടുക്കാം. പ്രിപ്പയർ ഫോർ മെക്കാനിക്കൽ വെന്റിലേഷന് പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ഫോർ മെക്കാനിക്കൽ വെന്റിലേഷൻ ഒരു കാര്യമാണ്. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഒരു കാര്യമാണ്. എൻകറേജ് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് എന്നുള്ള കാര്യമാണ്. ഫൗളേഴ്സ് പൊസിഷനാണ് ബെസ്റ്റ് പൊസിഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ദ കോസ്, സോ കോസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും. സോ ബേസിക്കലി ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ദ കോസ്. ഫോർ എക്സാമ്പിൾ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ്, അപ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുക. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈപ്പോകാപ്നിയ എന്ന് പറഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവൽ കുറഞ്ഞു പോയി, അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. സോ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ദ കോസ്. ഇനി അത് ചെസ്റ്റ് മസിൽസിനുള്ള ഇഷ്യൂസ് കൊണ്ടാണോ, റെസ്പിറേറ്ററി മസിൽസിനുള്ള ഇഷ്യൂ കൊണ്ടാണോ, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ റെസ്പിറേഷനെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ. സോ ഏതാണോ അതിൻ്റെ അണ്ടർലൈൻ കോസ് എന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ്. പിന്നെ നമുക്ക് പറയാവുന്നത് ദ ബെസ്റ്റ് പൊസിഷൻ ദാറ്റ് വി ക്യാൻ അഡോപ്റ്റ് ഫോർ സച്ച് കണ്ടീഷൻ, ദാറ്റ് ഇസ് ഫൗളേഴ്സ് പൊസിഷൻ. സോ ഫൗളേഴ്സ് പൊസിഷൻ തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫോർ യുവർ ഇൻഫർമേഷൻ. ഹൈ ഫൗളേഴ്സ് ഉണ്ട്, മിഡ് ഫൗളേഴ്സ് ഉണ്ട്, ലോ ഫൗളേഴ്സ് ഉണ്ട്. സോ ഹൈ ഫൗളേഴ്സ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഹെഡിനെ പൊസിഷൻ ചെയ്യും. ഹെഡ് ഓഫ് ദ ബെഡ് ഇസ് എലിവേറ്റഡ് ടു 90 ഡിഗ്രി. അത് 45 ആണെങ്കിൽ മിഡ് ആയിരിക്കും. ഇനി അത് 30 തൊട്ട് 15 to 30 ആണെങ്കിൽ അത് ലോ ഫൗളേഴ്സ് പൊസിഷൻ ആയിരിക്കും. So I hope you people understood this particular point, and the disease condition that we have discussed in this particular class. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. സോ അത് 2 റീസൺ കൊണ്ടാണ് വരാറ്. ഓക്സിജൻ പ്രോപ്പറായിട്ട് ബ്ലഡിൽ എത്താത്തപ്പോൾ, അല്ലെങ്കിൽ ലങ്സിൽ നിന്ന് പ്രോപ്പറായിട്ട് CO2 റിമൂവൽ നടക്കാത്തപ്പോൾ. RF2 ടൈപ്പ്, ഹൈപ്പോക്സീമിയ കൊണ്ടും ഹൈപ്പോകാപ്നിയ കൊണ്ട്. ഹൈപ്പോക്സീമിയ ഇസ് ഓക്സിജൻ ഡെഫിഷ്യൻസി, വേറെ ഹൈപ്പോകാപ്നിയ ഇസ് CO2 റിറ്റൻഷൻ, CO2 റിറ്റൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ കോസസ്. എനി അബ്നോർമാലിറ്റി ഓഫ് ലങ്സ് ഓർ ചെസ്റ്റ് വാൾസ്, ലങ്സിൻ്റെയോ ചെസ്റ്റ് വാൾസിൻ്റെയോ അബ്നോർമാലിറ്റി. എനി ഡിഫക്റ്റ് ഇൻ ദ റെസ്പിറേറ്ററി സെൻറ്റർ ഇൻ ദ ബ്രെയിനിൻ്റെ റെസ്പിറേറ്ററി സെൻറ്ററിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റ്. എനി ഡിഫക്റ്റ് ഇൻ ദ റെസ്പിറേറ്ററി മസിൽസിലുണ്ടാവേണ്ട കാര്യം. So these are the 3 causes. Okay, and we also discussed the clinical features associated with it, and I also made you understand what are the possible management. So ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സുമായിട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ബി മീറ്റിംഗ് യു പീപ്പിൾ വിത്ത് ദി നെക്സ്റ്റ് ലൈവ് ദാറ്റ് ഇസ് കമ്മിങ് ഓൺ നെക്സ്റ്റ് വെനസ്ഡേ at 4:30 p.m. All right, so thank you so much everyone. Thank you for watching, and stay good with your preparation, and just fly to your dream destination at the earliest. Thank you so much.